നൃപൻ, പാലക്കാട്ടെ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അവിടെ ഉയർന്നു വന്ന വിവാദങ്ങൾ, വിഷയങ്ങൾ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതു വിധത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കുഴൽപ്പണ വിവാദമടക്കം അവിടെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചേലക്കരയിൽ ഇന്ന് 25 ലക്ഷം രൂപ പിടികൂടിയിരിക്കുന്നു. ഇന്നലെ സ്പിരിറ്റ് പാലക്കാട് പിടികൂടുന്നു. അത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് പല രീതിയിൽ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ മറ്റ് പല മാർഗങ്ങളിലൂടെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന പരിശ്രമത്തിലാണ് UDFും അതുപോലെ തന്നെ NDAയും. നൃപൻ, ഷമ്മി, അത് തന്നെയാണ്. പാലക്കാട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇനി 8 നാളുകൾ മാത്രം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പാലക്കാട് പൂർണ്ണമായി മാറുന്നു. നാളെ ചേലക്കര തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നേതൃത്വം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വം മുഴുവൻ പാലക്കാട് എത്തും. പാലക്കാട് കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി അടുത്ത ഒരാഴ്ച മാറും. ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കൊട്ടിക്കലാശം. ആ കൊട്ടിക്കലാശത്തോടുകൂടി ശബ്ദ പ്രചരണം പൂർണ്ണമായി, പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. പിന്നെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം, പിറ്റേന്ന് വോട്ടെടുപ്പിലേക്ക് പോകുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മറ്റ് 2 വയനാടിൻ്റെയും ചേലക്കരയുടെയും തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരാഴ്ച കൂടി പാലക്കാട് ലഭിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഉശിര് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറുമെന്ന കാര്യം ഉറപ്പാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വേദിയായി പാലക്കാട് മാറി. ഒന്ന്, UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറി. അത് തീരുമ്പോഴാണ് DCCയുടെ കത്ത് പുറത്തു വരുന്നത്. ആ ഒരാഴ്ച പൂർണ്ണമായി കോൺഗ്രസ് UDF പ്രതിരോധത്തിലായി. പിന്നെ കുഴൽപ്പണ വിവാദം വരുന്നു. അത് BJPയെയും വെട്ടിലാക്കി. ഇതിനെ തുടർന്ന് BJPയുടെ ആരോപണം UDFിൻ്റെ, പ്രത്യേകിച്ച് പാലക്കാടിന്റെ മുൻ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെതിരെ 4 കോടി നൽകിയിട്ടുണ്ട് എന്ന ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. ഇത് UDFിനെയും വലച്ചു. മാത്രമല്ല, ഇത് BJP കേന്ദ്രങ്ങളും LDF കേന്ദ്രങ്ങളും ഒരുപോലെ UDFിനെതിരെയുള്ള ആയുധമാക്കി മാറ്റി. ഇതുവരെ ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ താൻ 4 കോടി തനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, നിയമ നടപടി സ്വീകരിക്കുമെന്ന LDFിൻ്റെയും ഒപ്പം തന്നെ BJPയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഷാഫി പറമ്പിന് കഴിഞ്ഞിട്ടുമില്ല. ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ അത് ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല? വെല്ലുവിളിക്കുകയാണ് BJPയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ. അങ്ങനെ അവരെ വലയ്ക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. അതിനുശേഷമാണ് കള്ളപ്പണ വിവാദം, ട്രോളി ബാഗിൻ്റെ വിവാദം വരുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ UDFിൻ്റെ സ്ഥാനാർത്ഥി പരസ്പര വിരുദ്ധമായ മറുപടികൾ പറയേണ്ടി വന്നു. VD സതീശന് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രകോപിതനായി പ്രതികരിക്കേണ്ടി വന്നു. മാധ്യമങ്ങളുടെ മുന്നിൽ ഒഴിഞ്ഞു മാറേണ്ടി വന്നു. അങ്ങനെ 2 വിവാദങ്ങൾ. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തിൽ ആരംഭിച്ച് കള്ളപ്പണത്തിലും കുഴൽപ്പണത്തിലും എത്തി നിൽക്കുന്ന പ്രതിരോധത്തിലായ UDFിനെയും BJPയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ മധ്യഘട്ടത്തിൽ നാം കാണുന്നത്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയായി മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പിരിറ്റ് വിവാദമാണ്. ഇന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇവിടെ നിന്ന് ട്രോളി ബാഗിൽ കടത്തിയ പൈസയുടെ ബാക്കിയാണ് ചേലക്കരയിൽ നിന്ന് പിടിച്ചതെന്നാണ്. വ്യാപകമായി പണമൊഴുക്കുന്നു UDF. ഒപ്പം തന്നെ BJPയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ജനവികാരമായിരിക്കും, ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും 2 മണ്ഡലങ്ങളിലും ഉണ്ടാവുക എന്നതാണ് LDF അവകാശപ്പെടുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമുണ്ടാകും. ഏവരും ഉറ്റുനോക്കുന്നത് പാലക്കാടിലേക്ക് 16, 17 തീയതികളിൽ ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമെന്നതാണ്. അതുകൊണ്ട് ക്യാമ്പയിനിൻ്റെ വലിയൊരു പുതിയ ഘട്ടത്തിലേക്ക് LDF ആത്മവിശ്വാസത്തോടെ പോകും. ഇന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചരണം പരിശോധിക്കുകയാണ് എങ്കിൽ ഇന്ന് മാത്തൂരിലും ഒപ്പം തന്നെ പിരായിരി പഞ്ചായത്തിലുമായിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി P സരിൻ്റെ പര്യടനം. എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങളിലെത്തി, വാഹനജാഥയായി എത്തി അദ്ദേഹം പര്യടനം പൂർത്തിയാക്കി. നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ P സരിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളത്തിലെ ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ 9ാമത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. അതായത് K9. ആ 9 തന്നെയാണ്, അക്കം തന്നെയാണ് ആ സരിൻ്റെ ചിഹ്നവും വരുന്നത്, സരിൻ്റെ പേരും വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പാലക്കാട്ടുകാർ K9 മറക്കരുത് എന്ന ഒരു സ്ലോഗൻ കൂടി P സരിൻ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പിരായിരി പഞ്ചായത്ത് തന്നെയായിരുന്നു UDF
സ്ഥാനാർത്ഥിയുടെ പ്രചരണം. അദ്ദേഹം നിന്ന് ഈ നഗരസഭയിലെ പ്രദേശത്തും പര്യടനത്തിനെത്തി. BJP സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു പ്രസ് ക്ലബിൽ. ഒപ്പം തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള അവരുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള സന്ദർശന പരിപാടിക്കാണ് BJP സ്ഥാനാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ പാലക്കാട് കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഷമ്മി, തീർച്ചയായും നൃപൻ, നാളത്തെ ചേലക്കരയിലെയും വയനാട്ടിലെയും പോളിംഗ് കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ ശ്രദ്ധയും പാലക്കാട്ടേക്ക് തന്നെയാണ് പോകുന്നത്.